Good morning, students. Today we are going to study gene therapy. What is gene therapy? It is the introduction of wild type normal gene into somatic or germline cells so that the normal gene product can be synthesized and therefore compensate for the defective gene. ഒരു ഡിഫക്റ്റീവ് ജീൻ കാരണം ഡിഫക്റ്റീവ് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ ഡിഫക്റ്റീവ് പ്രോട്ടീൻ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഡിഫക്റ്റീവ് ജീനിന്റെ സ്ഥാനത്ത് സോമാറ്റിക് സെല്ലിലോ ജേം സെൽസിലോ നമുക്ക് അതിൻ്റെതായ നോർമൽ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ ഈ നോർമൽ ജീൻ നോർമൽ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസീസ് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വൈൽഡ് ടൈപ്പ് നോർമൽ ജീൻ into somatic or germline cells so that it produce normal gene product that compensate for the defective gene. There are two basic approaches for gene therapy. First one is somatic cell gene therapy and second one is germline gene therapy. Somatic cell gene therapy. സോമാറ്റിക് സെൽ ജീൻ തെറാപ്പിയിൽ നമ്മൾ ഡിഫക്റ്റീവ് ജീനുള്ള സോമാറ്റിക് സെൽസ് അതേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ നിന്ന് ഏതാനും ഡിഫക്റ്റീവ് സോമാറ്റിക് സെൽസ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ഈ സോമാറ്റിക് സെൽസിനെ കൾച്ചർ മീഡിയത്തിൽ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യിക്കുന്നു. അതിനുശേഷം ഈ മൾട്ടിപ്ലൈ ചെയ്തെടുത്ത സോമാറ്റിക് സെൽസിലേക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള സോമാറ്റിക് സെൽസിലേക്ക് നോർമൽ ജീൻ മൈക്രോ ഇഞ്ചക്ഷനിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത അല്ലെങ്കിൽ ജനറ്റിക്കലി എൻജിനീയർഡ് ചെയ്ത സോമാറ്റിക് സെൽസിനെ നമ്മൾ പേഷ്യൻസിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻ സോമാറ്റിക് സെൽ ജീൻ തെറാപ്പി, ജീൻ is introduced only to somatic cells, especially for those issues in which expression of the concerned gene is critical for health. The first successful attempt at gene therapy was done on September 14, 1990 by Fred Anderson and his team at the National Institute of Health, US, to treat a 4-year-old girl born with a rare genetic disease called severe combined immunodeficiency. സെപ്റ്റംബർ 14, 1990 ഫ്രെഡ് ആൻഡേഴ്സണും അദ്ദേഹത്തിൻ്റെ ടീമും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് USA നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലാണ് ആദ്യമായിട്ട് സക്സസ്ഫുള്ളി ജീൻ തെറാപ്പി നടത്തുന്നത്. അത് സ്കിഡ് അഥവാ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടായിരുന്ന ഒരു 4-year-old ഗേളിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ആദ്യമായിട്ട് 1990 സെപ്റ്റംബർ 14, 1990 സക്സസ്ഫുള്ളി സോമാറ്റിക് സെൽ ജീൻ തെറാപ്പി നടത്തുന്നത്. ഫ്രെഡ് ആൻഡേഴ്സണും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് USA വെച്ച് ഇത് ചെയ്യുന്നത്. ഇന്ന് പലതരത്തിലുള്ള ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോമാറ്റിക് സെൽ ജീൻ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. സിസ്റ്റിക് ഫൈബ്രോസിസ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ തുടങ്ങിയിട്ടുള്ള പല ഡിസീസും ട്രീറ്റ് ചെയ്യുന്നതിന് നമ്മൾ സോമാറ്റിക് സെൽ ജീൻ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ജേം-ലൈൻ ജീൻ തെറാപ്പി. ജേം-ലൈൻ ജീൻ തെറാപ്പിയിൽ നമ്മൾ ഡിഫക്റ്റീവ് ജീനിന്റെ സ്ഥാനത്ത് അതിൻ്റെതായ നോർമൽ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജേം സെൽസായ സ്പേമിലോ ഓവത്തിലോ അതല്ലെങ്കിൽ സ്പേമും ഓവുമായിട്ട് ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ടിലോ ആണ്. അപ്പോൾ ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത നോർമൽ ജീൻ ആ ഇൻഡിവിജ്വലിന്റെ എല്ലാ സെൽസിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസീസ് ക്യൂർ ചെയ്യും. പക്ഷേ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത നോർമൽ ജീൻ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷൻസിലേക്ക് പാസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പല ജനറേഷൻസിലേക്ക് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻ പാസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ജേം-ലൈൻ ജീൻ തെറാപ്പി ഒരു രാജ്യത്തും ഹ്യൂമൻ ബീയിങ്സിൽ നിയമപരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധ്യമല്ല. So, due to ethical, legal and other issues,
germline gene therapy in human is effectively forbidden at present. Next is antisense gene therapy. ഒരു ഡിഫക്റ്റീവ് ജീൻ കാരണം ഡിഫക്റ്റീവ് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ ഡിഫക്റ്റീവ് പ്രോട്ടീൻ ആണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റീവ് ജീൻ ആദ്യം mRNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. mRNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുന്നത് തടയാൻ നമുക്ക് സാധിച്ചാൽ ഈ ഡിഫക്റ്റീവ് ജീൻ്റെ എക്സ്പ്രഷൻ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആന്റിസെൻസ് ജീൻ തെറാപ്പിയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഡിഫക്റ്റീവ് ജീനിൽ നിന്ന് ഉണ്ടാകുന്ന ഡിഫക്റ്റീവ് mRNA അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള mRNA നമ്മൾ സിന്തസൈസ് ചെയ്തിട്ട് ആ സെല്ലിലേക്ക്, ഡിഫക്റ്റീവ് സെല്ലിലേക്ക്, ഈ ഡിഫക്റ്റീവ് ജീൻ ഉള്ള സെല്ലിലേക്ക് mRNA നമ്മൾ സിന്തസൈസ് ചെയ്തെടുത്ത് mRNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ mRNA വന്ന് ആ ഡിഫക്റ്റീവ് mRNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ mRNA ഡബിൾ സ്ട്രാൻഡഡ് ആയി മാറിയാൽ പിന്നെ അത് പ്രോട്ടീനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയില്ല. ഇതാണ് ആന്റിസെൻസ് ജീൻ തെറാപ്പി. അതായത് ഒരു സെല്ലിൽ ഡിഫക്റ്റീവ് ജീൻ ഉണ്ട്. ആ ഡിഫക്റ്റീവ് ജീൻ ഡിഫക്റ്റീവ് mRNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ആ ഡിഫക്റ്റീവ് mRNA നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ഡിഫക്റ്റീവ് പ്രോട്ടീൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഡിഫക്റ്റീവ് mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുന്ന ആ സ്റ്റെപ്പ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചാൽ ആ സെല്ലിൽ ഡിഫക്റ്റീവ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് തടയാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിഫക്റ്റീവ് ജീനിൽ നിന്ന് ട്രാൻസ്ക്രൈബ് ചെയ്തു വരുന്ന mRNA അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു RNA സീക്വൻസ് നമ്മൾ സിന്തസൈസ് ചെയ്യും. എന്നിട്ട് ഈ RNA സീക്വൻസിനെ നമ്മൾ ആ സെല്ലിലേക്ക്, ഡിഫക്റ്റീവ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ സിന്തസൈസ് ചെയ്തെടുത്ത ഈ RNA സീക്വൻസ് ഡിഫക്റ്റീവ് ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്ത mRNA ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യും. mRNA ഡബിൾ സ്ട്രാൻഡഡ് ആയി കഴിഞ്ഞാൽ അത് പ്രോട്ടീനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയില്ല. അങ്ങനെ ആ സെല്ലിൽ ഡിഫക്റ്റീവ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഇതാണ് ആന്റിസെൻസ് ജീൻ തെറാപ്പി. ഇന്ന് വളരെ സക്സസ്ഫുള്ളി പല ക്യാൻസേഴ്സും ട്രീറ്റ് ചെയ്യുന്നതിന് ഈ ആന്റിസെൻസ് ജീൻ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് എക്സ് വിവോ ആൻഡ് ഇൻ വിവോ ജീൻ തെറാപ്പി. എക്സ് വിവോ ജീൻ തെറാപ്പി എന്നാൽ എന്താണ്? എക്സ് വിവോ ജീൻ തെറാപ്പി, ഇവിടെ നമ്മൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഏതാനും ഡിഫക്റ്റീവ് ജീനുള്ള സോമാറ്റിക് സെൽസ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെ കൾച്ചർ മീഡിയത്തിൽ വെച്ച് വളർത്തുന്നു അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യിക്കുന്നു. അതിനുശേഷം അതിലേക്ക് ഈ ഡിഫക്റ്റീവ് ജീനിൻ്റെതായ നോർമൽ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മൈക്രോ ഇഞ്ചക്ഷനിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത സോമാറ്റിക് സെൽസിനെ നമ്മൾ പേഷ്യൻസിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് എക്സ് വിവോ ജീൻ തെറാപ്പി. ഇനി ഇൻ വിവോ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ വിവോ ജീൻ തെറാപ്പി എന്നാൽ ഇറ്റ് ഇൻവോൾവ്സ് ദി ഡയറക്റ്റ് ഡെലിവറി ഓഫ് റെമഡിയൽ ജീൻസ് into the cells of particular tissue of a patient. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ജീൻസ് നമ്മൾ ആ പെർട്ടിക്കുലർ സെൽസിലേക്ക് തന്നെ ഡെലിവർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻ വിവോ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ജീൻ ഡോപ്പിംഗ്. ഇൻ സ്പോർട്സ്, doping refers to the use of performance enhancing drugs such as steroids, particularly that are forbidden by the organizations that regulate competitions. സ്പോർട്സിൽ ഡോപ്പിംഗ് എന്നാൽ പലതരത്തിലുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ സ്റ്റീറോയിഡ്സ് അത്ലറ്റ്സിന് നൽകിയിട്ട് അല്ലെങ്കിൽ കൊടുത്ത് അല്ലെങ്കിൽ അത്ലറ്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത്ലറ്റ്സിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നതിനെയാണ് നമ്മൾ സ്പോർട്സിൽ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. A dope is a drug or chemical given to a horse, athlete, etc. to improve performance. Gene doping is a kind of gene therapy. This involves providing extra copies of genes that offer a competitive advantage, such as those that increase muscle mass, blood production, number of erythrocytes, etc. ഇവിടെ നമ്മൾ
ജീൻസിനെ അഡീഷണൽ കോപ്പീസ് ഓഫ് ജീൻസ് അത്ലറ്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ ജീൻസ് അത്ലറ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ജീൻസ് അവിടെ ഇരുന്ന അത്ലറ്റ്സിന്റെ ബോഡിയിലിരുന്ന് അത് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് അത്ലറ്റ്സിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. അത് മസിൽ മാസ് കൂട്ടുന്നു, അല്ലെങ്കിൽ എർത്രോസൈറ്റ്സിന്റെ എണ്ണം കൂട്ടുന്നു. ഇങ്ങനെ അത്ലറ്റ്സിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഒരു അത്ലറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻസ് അതുണ്ടാക്കുന്ന പ്രോട്ടീൻസ് ഡോപ്പിംഗ് ടെസ്റ്റിലൂടെ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഈ അത്ലറ്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജീൻസ് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസും നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻസും ബോഡിയിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻസും വളരെ സിമിലർ ആണ്. രണ്ടും ഒരുപോലെയുള്ള പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിലൂടെ ഈ ജീൻസ് അത്ലറ്റ്സിലേക്ക് അഡീഷണൽ കോപ്പീസ് ഓഫ് ജീൻസ് അത്ലറ്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത് ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ആ സ്ഥാനത്ത് സ്റ്റീറോയിഡ്സ് ഉപയോഗിച്ചാണ് അത്ലറ്റ്സ് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് DNA വാക്സിൻസ്. DNA വാക്സിൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എ നോവൽ സ്ട്രാറ്റജി ദാറ്റ് എലിസിറ്റ് ആന്റിബോഡി പ്രൊഡക്ഷൻ വിത്തൗട്ട് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ആന്റിജൻ. ഇവിടെ ഒരു ആന്റിജൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബോഡിയിലേക്ക് ചെയ്യാതെ തന്നെ ആന്റിബോഡീസ് റെസിപ്പിയന്റിന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് DNA വാക്സിൻസ്. DNA വാക്സിൻസിന്റെ ഇമ്പോർട്ടൻസ്, അതായത് ഇവിടെ നമ്മൾ ഒരു പേഷ്യന്റിന്റെ ഒരു പേഴ്സന്റെ ബോഡിയിലേക്ക് DNA ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ DNA ഹ്യൂമൻ ബോഡിയിൽ ചെന്നിട്ട് അവിടെ ഇരുന്ന് ഈ DNA ഒരു പ്രോട്ടീനായിട്ട് കോഡ് ചെയ്യുകയാണ്. ആ DNA ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നു. ഇങ്ങനെ കോഡ് ചെയ്ത് വരുന്ന പ്രോട്ടീൻ ആന്റിജനായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബോഡിയിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് സ്റ്റിമുലേറ്റഡ് ആവുകയും ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. DNA വാക്സിൻസിൽ എന്താണ് ഉപയോഗിക്കുന്നത്? DNA മോളിക്യൂൾസിനെയാണ് ഇവിടെ വാക്സിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. DNA ഹ്യൂമൻ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇൻജെക്ട് ചെയ്യുന്ന DNA ബോഡിയിലിരുന്ന് അത് എക്സ്പ്രസ് ചെയ്യുന്നു. DNA നിന്ന് mRNA ഉണ്ടാകുന്നു, mRNA നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഉണ്ടാകുന്ന പ്രോട്ടീനാണ് ആന്റിജൻ. അപ്പോൾ ഈ ആന്റിജൻ അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ബോഡിയിൽ ഉണ്ടാകുന്നു. ഇതാണ് DNA വാക്സിൻസ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഇമ്മ്യൂൺ റെസ്പോൺസ് ഇസ് ഫോക്കസ്ഡ് ഓൺ ആന്റിജൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺലി, hence does not elicit side effect. The protein encoded in DNA vaccine is expressed in the host in the natural form. Next is application of DNA vaccine has no risk of infection. DNA vaccine induced both humoral and cell-mediated immunity of the recipient. Then DNA vaccine produce prolonged expression of the antigen which generates sufficient immunological memory. Refrigeration is not required for plasmid DNA. അതുകൊണ്ട് തന്നെ DNA വാക്സിൻസ് വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. കോസ്റ്റ് ഓഫ് DNA വാക്സിൻ വളരെ കുറവായിരിക്കും. DNA vaccines encoding multiple genes can be constructed using plasmid vectors. This can provide immunity against many diseases in one booster dose. പക്ഷേ no DNA vaccines have been approved for human use so far. ഇതിൻ്റെ റിസർച്ച് വളരെയധികം നടക്കുന്നുണ്ട്. പലതും ക്ലിനിക്കൽ ട്രയലിൽ നടക്കുകയാണ്. പല വാക്സിൻസിൻ്റെയും ക്ലിനിക്കൽ ട്രയൽ നടക്കുകയാണ്. തൊട്ടടുത്ത ഭാവിയിൽ തന്നെ DNA വാക്സിൻസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.